കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 58ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധാരണകളാണ്, പേഴ്സണൽ പ്രെയർ. ഈ ഒരു ആത്മീയ ദർശനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പുണ്യവതിയെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവളെ സ്വാധീനിച്ചത് കുരിശിലെ വിശുദ്ധ യോഹന്നാനാണ്. ആന്തരിക ജീവിതത്തെയും ധ്യാനാത്മക പ്രാർത്ഥനയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. ദൈവവുമായുള്ള ഒരാളുടെ ബന്ധം ആഴപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അമ്മ ത്രേസ്യ നൽകിയ ഊന്നൽ കൊച്ചുത്രേസ്യയുടെ സ്വന്തം ആത്മീയ യാത്രയ്ക്ക് ഏറെ പ്രചോദനമായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ വചനത്തിലേക്കാണ് ശ്രദ്ധിക്കുക. പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇടവിടാതെയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം ഈ വാക്യം ഊന്നിപ്പറയുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. വീണ്ടും സങ്കീർത്തനങ്ങൾ 62-ാം അധ്യായം 1-ാം വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. പ്രാർത്ഥനയിൽ നിശബ്ദതയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ധാരണയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധാരണകൾ അതിനെ ഒരു 5 തലങ്ങളിൽ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇൻറ്റിമസി വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ആഴമേറിയ അടുപ്പം. രണ്ടാമതായിട്ട് സിംപ്ലിസിറ്റി ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ലാളിത്യം. മൂന്നാമതായിട്ട് ട്രസ്റ്റ് ആൻഡ് അബാൻഡൻമെൻറ്റ്, ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ആശ്രയത്വവും നമ്മൾ പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കലും. നാലാമതായിട്ട് പ്രേയിങ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, എല്ലാ അവസരങ്ങളിലും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളത്. അഞ്ചാമതായിട്ട് ഗ്രോത്ത് ഇൻ ലവ്, സ്നേഹത്തിലുള്ള വളർച്ച. ഈ 5 തലങ്ങളെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇൻറ്റിമസി വിത്ത് ഗോഡ്, വ്യക്തിപരമായ പ്രാർത്ഥന ദൈവവുമായുള്ള ആഴമേറിയതും അടുത്തതുമായ ബന്ധത്തിനുള്ള അവസരമാണെന്നും ഇതിലൂടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് പ്രകടിപ്പിക്കാനാകുമെന്നും വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ദൈവവുമായുള്ള അടുപ്പമുള്ള ഒരു സംഭാഷണമാണ്. അവൾ പ്രാർത്ഥനയെ കാണിച്ചത് ഇൻറ്റിമസി വിത്ത് ഗോഡ്, അതായത് ദൈവവുമായിട്ടുള്ള ആഴമേറിയ അടുപ്പം, ആ ഒരു ബന്ധമായിട്ടാണ് അവൾ പ്രാർത്ഥനയെ കണ്ടിരുന്നത്. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ അവൻ്റെ ഹൃദയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ അത്രമാത്രം ഈശോയുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായി. രണ്ടാമതായിട്ട് സിംപ്ലിസിറ്റി ഓഫ് പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥന സങ്കീർണമായിരിക്കേണ്ടതില്ലെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. മറിച്ച് അതൊരാളുടെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന ലളിതവും ആത്മാർത്ഥവുമായിരിക്കണം. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലേക്കുള്ള ഒരു ലളിതമായ നോട്ടമാണ് പ്രാർത്ഥന. അവൾ പ്രാർത്ഥനയെ കാണുന്ന രീതി നോക്കിയേ, ഒരു സിമ്പിൾ നോട്ടം സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക്, ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തുമ്പോഴേക്കും പ്രാർത്ഥന, അത്രയേ ഉള്ളൂ ഒരു പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് സങ്കീർണമാക്കരുതെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ സഹോദരി സെലിൻ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് മാത്രമാണ്. അവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുക, സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് പോലെയാണ് എൻ്റെ പ്രാർത്ഥന. മൂന്നാമത്തെ തലം എന്ന് പറയുക ട്രസ്റ്റ് ആൻഡ് അബാൻഡൻമെൻറ്റ്, ദൈവഹിതത്തിലേക്കുള്ള ശിശുസഹജമായ വിട്ടുകൊടുക്കലിന് വേണ്ടി വാദിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കിടെ
ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കൊച്ചുത്രേസ്യ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നു, ഞാൻ എല്ലാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിപൂർണമായിട്ട് ദൈവത്തെ ആശ്രയിച്ചിട്ടുള്ള വിട്ടുകൊടുക്കൽ. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നത്, അവൾ പറയുകയാണ്, ആഴമേറിയൊരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ്, ഒരു പ്രവൃത്തിയായി തീരുകയാണ്. നാലാമത്തെ തലം എന്ന് പറയുക, പ്രേയിങ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. വ്യക്തിപരമായ പ്രാർത്ഥന അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് അവൾ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ജോലി ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. നോക്കിയാൽ ഒഴുക്ക് നോക്കിക്കേ, ജോലി പോലെ തന്നെ, ജോലിയോടൊപ്പം തന്നെ പ്രാർത്ഥന ഒഴുകാണ്, പ്രാർത്ഥനയോടൊപ്പം തന്നെ ജോലിയും. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ അനുദിന ജോലികൾക്കിടയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്നത് ജോലിയാണെങ്കിലും അവളെ സംബന്ധിച്ച് അതൊരു പ്രാർത്ഥനയായിട്ട് മാറിയാണ്. ജോലിക്കിടയിൽ അവൾ നിരന്തരം ദൈവവുമായിട്ട് സംഭാഷിക്കുന്നു. അഞ്ചാമത്തെ തലം എന്ന് പറയുക, ഗ്രോത്ത് ഇൻ ലവ്. വ്യക്തിപരമായ പ്രാർത്ഥന ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു. അത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ വളർത്തുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനയിലൂടെ ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ഞാൻ പഠിക്കുന്നു. അപ്പോൾ അവൾക്ക് പ്രാർത്ഥന സ്നേഹത്തിൻ്റെ പര്യായമായി തീരുകയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങോട്ട് ഒഴുകുന്നത് പോലെ തന്നെ എല്ലാവരിലേക്കും ആ സ്നേഹം ഒഴുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു, ഞാൻ പഠിക്കുന്നു എന്നാണ് പുണ്യവതി പറയുക. അവളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോ പ്രാർത്ഥനയും ഹൃദയത്തെ പരിവർത്തനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാ പ്രാർത്ഥനകളും അവർക്ക് സ്നേഹമാണ്. അത് ഹൃദയത്തെ ഇങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് സഹായിക്കുന്നു. പ്രാർത്ഥന തന്നെ സ്നേഹമയമായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ 5 തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആധ്യാത്മിക തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക തലങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സമീപനം ദൈവവുമായി വ്യക്തിപരമായി ബന്ധം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. ഇത് വ്യക്തികളെ അവരുടെ ആന്തരിക ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രതലം. പ്രാർത്ഥനയിലെ വിശ്വാസത്തെയും ലാളിത്യത്തെയും കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ ആശ്വാസവും മാനസിക വ്യക്തതയും നൽകുന്നു. ഇത് വൈകാരിക ക്ഷേമവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് സാമൂഹിക തലം. സ്നേഹവും അനുകമ്പയും വളർത്തുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൊച്ചുത്രേസ്യ നൽകിയ ഊന്നൽ സാമൂഹിക പ്രവർത്തനത്തിന് പ്രചോദനമാകും. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള യഥാർത്ഥ പരിചരണത്തിൽ വേരൂന്നിയ കമ്മ്യൂണിറ്റി നിർമ്മാണ ശ്രമങ്ങളെ ഇത് ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ പ്രാർത്ഥനയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ തലങ്ങൾ നമ്മൾ കണ്ടു. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതചര്യയിൽ കൂടുതൽ വ്യക്തിപരമായ പ്രാർത്ഥന എനിക്ക് എങ്ങനെയാണ് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുക? രണ്ടാമതായിട്ട്, പ്രാർത്ഥനാ ജീവിതത്തിലെ ലാളിത്യം ദൈവവുമായി കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടാൻ എന്നെ സഹായിക്കുന്നത് ഏതെല്ലാം തലങ്ങളിലാണ്? മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുള്ള വിശ്വാസം വ്യക്തിപരമായ വെല്ലുവിളികളോടുള്ള എൻ്റെ സമീപനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഈ ചോദ്യങ്ങൾ ഇന്നേ ദിവസം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. പുണ്യവതി വ്യക്തിപരമായ പ്രാർത്ഥനയെ ആഴപ്പെടാൻ നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്നേർന്ന് വിശുദ്ധിയോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാൾപ്പിൻ്റെ ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭവകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ പുണ്യവതി ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക്
നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണം സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഏറെ സ്നേഹത്തോടും നന്ദിയോടും അത്ഭുതത്തോടും കൂടിയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവർ എത്രമാത്രം ആഴപ്പെട്ട് നീയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലാക്കുവാനായിട്ടാണ് അവൾ ഓരോ ദിവസവും ശ്രമിച്ചിരുന്നത്. ഈശോയെ, നീയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്യുവിലെ കൊച്ചുറാണി, നീ ദൈവവുമായിട്ട് ആഴമേറിയ ബന്ധം പുലർത്തിയ പോലെ ഒരു ബന്ധം പുലർത്താൻ ഞങ്ങളെയും സഹായിക്കണമേ. നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രാർത്ഥനയായി തീർന്നല്ലോ, പ്രാർത്ഥനകളെല്ലാം പ്രവർത്തനമായി തീർന്നല്ലോ. എല്ലാ പ്രാർത്ഥനയും സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ടാണല്ലോ നീ കണ്ടിരുന്നത്. അതുപോലെ സ്നേഹത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ പൂവാ